അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 21 ചൊവ്വാഴ്ച. അമേരിക്കയിൽ ഇനി ട്രംപ് യുഗം. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1861 എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളും 1955 തന്റെ അമ്മ നൽകിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോക നേതാക്കളെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. വൈസ് പ്രസിഡന്റ് JD വാൻസും ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും ട്രാൻസ്ജെൻഡേഴ്സിനെ നിരാകരിച്ചും പനാമ കനാലിനെ തിരിച്ചെടുക്കുമെന്ന് ആവർത്തിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കന്നിപ്രസംഗം. അമേരിക്കയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. ലോകമാകെയുള്ള അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചപ്പോൾ സ്വന്തം അതിർത്തി സംരക്ഷിക്കാൻ മറന്ന അധികാരകാലത്തിനാണ് അവസാനമായിരിക്കുന്നതെന്നും കഴിഞ്ഞ 8 വർഷം താൻ നേരിട്ട വെല്ലുവിളികൾ മറ്റൊരു പ്രസിഡന്റും നേരിട്ടിട്ടില്ലെന്നും വിശ്വാസവഞ്ചനയുടെ കാലം ഇവിടെ അവസാനിക്കുന്നുവെന്നും ഇനി മുതൽ പുരോഗതി മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളതെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജയകരമായ മറ്റൊരു ഭരണകാലം ഉണ്ടാകട്ടെയെന്ന് ആശംസിച്ച മോദി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും സഹകരണവും തുടരണമെന്നും എക്സിൽ കുറിച്ചു. സംസ്ഥാനത്ത് സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഈ വേ ബിൽ നിർബന്ധമാക്കി. 10 ലക്ഷമോ അതിനു മുകളിലോ മൂല്യമുള്ള സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കേരളത്തിന് അകത്തുള്ള ചരക്ക് നീക്കത്തിനാണ് ഈ വേ ബിൽ ബാധകമാക്കിയത്. ഇന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി ഉടൻ വിതരണം ചെയ്യും. ഇതിനായി 1604 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 3200 രൂപ വീതം ലഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. കാസർഗോഡ് തിരുവനന്തപുരം 6 വരി ദേശീയപാതയുടെ പണി ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ മലബാർ മേഖലയിലെ ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലബാറിലെ ടൂറിസം വികസനത്തിലൂടെ സംസ്ഥാനത്തിന്റെയാകെ വികസനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൌൺസിലർ കലാരാജുവിന്റെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ CPM ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ V മോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ പരിശോധിച്ച് പിടികൂടിയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. കേസിൽ പോലീസിനെതിരെ വിമർശനം ശക്തമാകുമ്പോഴാണ് നടപടി. കലാരാജു കൂറുമാറുമെന്ന ഭീതിയിൽ CPM നേതാക്കൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. അതേസമയം കലാരാജുവുമായി കോൺഗ്രസ് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും കോൺഗ്രസിന്റെ തോക്കിൻ മുനയിൽ നിന്നാണ് കലാരാജു ഇപ്പോൾ സംസാരിക്കുന്നതെന്നും ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും CPM ഏരിയ സെക്രട്ടറി PB രതീഷ് പ്രതികരിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ സംഭവങ്ങളിൽ CPMനെതിരെ വിമർശനം ശക്തമാക്കി കൌൺസിലർ കലാരാജു. തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന CPM വാദത്തെ തള്ളിയ കലാരാജു പാർട്ടിയുമായി ഇനി സംസാരിക്കാനില്ലെന്നും പറഞ്ഞു. ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും കലാരാജു കൂട്ടിച്ചേർത്തു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തി AICC നേതൃത്വം. വിവിധ നേതാക്കളിൽ നിന്നും AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അഭിപ്രായം തേടി. ഇതിനിടെ പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കെതിരെ രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉയർന്ന കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഹൈക്കമാൻഡിന് മുന്നിലെ പുതിയ പ്രതിസന്ധിയാണ്. വിമർശനത്തിൽ VD സതീശൻ കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രൂപ്പുകൾക്കതീതമായി ഉയർന്ന കുറ്റപ്പെടുത്തലുകൾക്ക് ആസൂത്രണ സ്വഭാവമുണ്ടോ എന്ന സംശയവും സതീശൻ പക്ഷത്തിന് ഉണ്ട്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച CPMന്റെയും മാധ്യമങ്ങളുടെയും അജണ്ടയാണെന്ന് കോൺഗ്രസ്. ഈ ചർച്ചകളെ പൂർണ്ണമായും തള്ളുന്നുവെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്നും ഇന്നലെ ചേർന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിനു ശേഷം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.
പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നെയ്യാറ്റിൻകര കോടതിയുടെ വിശദമായ വിധിപ്പകർപ്പ് പുറത്ത്. വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതിയുണ്ടായിരുന്നുവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ 23 പ്രാവശ്യം മൊബൈലിൽ ഗ്രീഷ്മ സെർച്ച് ചെയ്തുവെന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ടപ്പോൾ അതേ രീതി വീണ്ടും പരീക്ഷിച്ചുവെന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയെന്നും വിധിപ്പകർപ്പിൽ പറയുന്നു. കണ്ണൂരിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചിക്കഷ്ണം തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി അച്ഛൻ ശ്രീജു നൽകിയ പരാതിയിന്മേലാണ് നടപടി. കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർക്കും നഴ്സിംഗ് സ്റ്റാഫിനുമെതിരെയാണ് കേസ്. പത്തനംതിട്ട കൂട്ടബലാത്സംഗ കേസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് ഡിജിപിക്കും ചീഫ് സെക്രട്ടറിക്കും നോട്ടീസ് നൽകി. കേസ് അന്വേഷണത്തിലെ നിലവിലെ സ്ഥിതി, പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി, ചികിത്സ, കൌൺസിലിംഗ്, നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ചും വിവരങ്ങൾ കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരായ പോക്സോ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. പ്രതിപക്ഷ സർവീസ് സംഘടനകളും സിപിഐ സംഘടനകളും പ്രഖ്യാപിച്ച നാളത്തെ പണിമുടക്കിനെ നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ച് സർക്കാർ. പണിമുടക്ക് ദിവസത്തെ ശമ്പളം കുറവ് ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. അവശ്യ സാഹചര്യങ്ങളിലൊഴികെ അവധി നൽകരുതെന്ന് വകുപ്പ് മേധാവികൾക്ക് ചീഫ് സെക്രട്ടറി കർശന നിർദ്ദേശം നൽകി. ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നൽകാനും തീരുമാനിച്ചു. നാഷണൽ സാമ്പിൾ സർവേയുടെ ഭാഗമായി ആയുഷ് മേഖല സംബന്ധിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ജൂലൈ 2022 മുതൽ ജൂൺ 2023 വരെ നടത്തിയ ദേശീയ ആയുഷ് സാമ്പിൾ സർവേയിൽ കേരളത്തിന് മുൻതൂക്കം. ആയുർവേദം, ഹോമിയോപ്പതി, യോഗ, പ്രകൃതി ചികിത്സ, സിദ്ധ, യുനാനി എന്നിവ ഉൾപ്പെടുന്ന ആയുഷ് ആരോഗ്യ ശാഖകളെ സംബന്ധിച്ചാണ് ആദ്യമായി അഖിലേന്ത്യാ സർവേ നടത്തിയത്. നിറത്തിന്റെ പേരിൽ അവഹേളനം നേരിട്ടതിനെ തുടർന്ന് മനം നൊന്ത് നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. മലപ്പുറം മൊറയൂർ സ്വദേശി അബ്ദുൾ വാഹിദാണ് അറസ്റ്റിലായത്. വിദേശത്തു നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് അബ്ദുൾ വാഹിദിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. പ്രതിയെ കൊണ്ടോട്ടി പോലീസിന് കൈമാറി. മെക്സെവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. വ്യായാമം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൌണുകളിലും സദസ് ഒരുക്കുന്നുവെന്നും സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുന്നത് ഹറാമാണെന്ന ധാരണ പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും കാന്തപുരം പറഞ്ഞു. ബാൽക്കണിയിൽ നിന്ന് അസഭ്യവർഷവും നഗ്നതാ പ്രദർശനവും നടത്തുന്ന നടൻ വിനായകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. നടൻ അയൽവാസികളോട് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലാണ് പ്രചരണം. നടന്റെ പ്രവൃത്തിയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ പ്രചരിച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ട് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വിനായകനും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെപ്പറ്റി വിനായകൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതേസമയം നടനെതിരെ ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കൊച്ചി പോലീസ് അറിയിച്ചു. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഏപ്രിൽ 19-നായിരുന്നു സംഭവം. മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതിനു ശേഷം ഒളിവിലായിരുന്നു അദ്ദേഹം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന പ്രധാന വില്ലൻ വേഷത്തിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ വിജയ രംഗരാജു അന്തരിച്ചു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മഹാരാഷ്ട്ര സ്വദേശിയാണെങ്കിലും ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനായിരുന്നു അദ്ദേഹം. രാജ്കുമാർ എന്നാണ് യഥാർത്ഥ പേര്. മംഗളൂരുവിലെ ഉള്ളാളിൽ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച പ്രതികൾ പിടിയിൽ.
മുംബൈ തമിഴ്നാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളുടെ സംഘമാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് 3 പ്രതികൾ പിടിയിലായത്. കൊള്ളസംഘത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ള 2 പ്രതികൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. മോഷണത്തിന് ഉപയോഗിച്ച ഫിയറ്റ് കാറും ഒരു വാളും 2 തോക്കുകളും മോഷ്ടിച്ച സ്വർണത്തിന്റെയും പണത്തിന്റെയും ഒരു പങ്കും ഇവരിൽ നിന്നും പിടിച്ചെടുത്തതായി മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. ജനുവരി 17-ന് മംഗളൂരുവിലെ ഉള്ളാളിലെ സഹകരണ ബാങ്കിൽ നിന്നും പട്ടാപ്പകൽ 12 കോടിയോളം മതിപ്പ് വില വരുന്ന സ്വർണവും 5 ലക്ഷം രൂപയുമാണ് ഇവർ കൊള്ളയടിച്ചത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പങ്കുണ്ടെന്ന് സംശയമുണ്ടെന്ന് കർണാടക ബിജെപി എംഎൽഎ ബസനഗൌഡ പാട്ടീൽ യത്നാൾ. 3 ബുള്ളറ്റുകളേറ്റാണ് ഗാന്ധിജി മരിച്ചത്. ഇതിൽ 1 ബുള്ളറ്റ് മാത്രമാണ് ഗോഡ്സെയുടെ തോക്കിൽ നിന്നും വന്നത് എന്ന വ്യാജ വിവരം ആവർത്തിച്ചാണ് ബസനഗൌഡ പാട്ടീൽ യത്നാൾ തന്റെ ആരോപണം ഉന്നയിക്കുന്നത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 50,000 രൂപ പിഴയും വിധിച്ച് കോടതി. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദം കോടതി തള്ളിക്കളഞ്ഞു. പ്രതി സഞ്ജയ് റോയ് ജീവിതാന്ത്യം വരെ ജയിലിൽ തുടരണം. 17 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരമായി ഡോക്ടറുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായ യുവ ഡോക്ടർ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ നൽകണമെന്ന് കോടതി. പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റേതാണെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ നഷ്ടപരിഹാരത്തുക വേണ്ടെന്നും നീതിയാണ് വേണ്ടതെന്നും ഇരയുടെ കുടുംബം പ്രതികരിച്ചു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ താരത്തിന്റെ ഇളയ മകനെ ബന്ദിയാക്കി വൻതുക മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട് അത് കൈക്കലാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങാനായിരുന്നു പ്രതിയുടെ പദ്ധതിയെന്ന് പോലീസ് സംശയിക്കുന്നു. അതിനിടെ കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷെഹസാദ് ബംഗ്ലാദേശിലെ ഗുസ്തി ചാമ്പ്യനായിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. ഇയാളുടെ ഗുസ്തി പശ്ചാത്തലമാണ് സെയ്ഫ് അലി ഖാൻ അടക്കമുള്ളവരെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ സഹായിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയിലെ സോപോറിൽ സലൂര വനമേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ജവാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും വീരമൃത്യു വരിക്കുകയായിരുന്നു. അധികാരം ഒഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. തന്റെ മുൻ ആരോഗ്യ ഉപദേഷ്ടാവ് ഡോക്ടർ ആന്റണി ഫൌച്ചി, റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലി, 2021 ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിച്ച ഹൌസ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് മുൻകൂർ മാപ്പ് പ്രഖ്യാപിച്ച് ബൈഡൻ ഉത്തരവിറക്കി. ട്രംപ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ പ്രതികാര നടപടിയെടുക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പ്രസിഡന്റിന്റെ സവിശേഷ അധികാരം ഉപയോഗിച്ചുള്ള നീക്കം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.